മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികൾ ഒളിവിലാണെന്ന് തമിഴ്നാട് പോലീസ്. ആക്രമണത്തിൽ 7 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നത്. തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പും കൈരളി ന്യൂസിന് ലഭിച്ച വിവരങ്ങളുമായി അഖിൽ ടി.എസ് കൂടി ചേരുകയാണ്. അഖിൽ, ഇപ്പോൾ ദിവസങ്ങൾ കുറച്ചധികം കഴിഞ്ഞിരിക്കുന്നു ഈ മൂന്നാറിൽ വിനോദസഞ്ചാരികൾ ആക്രമിക്കപ്പെട്ടത്. ഈ പ്രതികളെ ഇതുവരെ പിടികൂടാൻ തമിഴ്നാട് പോലീസിന് സാധിച്ചിട്ടുമില്ല. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ 10-9 തീയതി, അതായത് ഇന്ന് ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 23 തീയതിയിലേക്ക് എത്തിക്കുന്നു. 19 തീയതിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. മൂന്നാറിലേക്ക് എത്തിയ ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്ക് എത്തിയ വിനോദസഞ്ചാരികളായ 60 പേരടങ്ങുന്ന ബസ്സാണ് മൂന്നാറിലെ അവിടെ വഴിയോര കച്ചവടം നടത്തുന്ന പ്രാദേശിക തമിഴ് ആളുകളും ഒപ്പം തന്നെ ജീപ്പ് ഡ്രൈവർമാരായ ആളുകളും ചേർന്ന് തല്ലി തകർക്കാനും അസഭ്യം അടക്കം അവരെ വിളിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു അക്രമം അഴിച്ചുവിടുന്നത്. ഈ അക്രമം അഴിച്ചുവിട്ടതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് വലിയ പ്രതിഷേധത്തിലേക്ക് വരുന്നു. മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയെ അത് പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മൂന്നാറിൻ്റെ ഈ മേഖല എന്ന് പറയുന്നത് തമിഴ്നാട് പോലീസിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലമാണ്. ബോഡി നായ്ക്കന്നൂർ ടൗൺ പോലീസാണ് ഇപ്പോൾ നിലവിൽ ആ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടക്കുന്നത്. ഈ കേസ് ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ മുൻപും സമാനമായ രീതിയിൽ വളരെയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പും വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും തന്നെ ആരും പരാതി നൽകുവാനോ അല്ലെങ്കിൽ ആരും ഇതിൻ്റെ പിന്നാലെ പോകാനോ ഒന്നും തയ്യാറായിരുന്നില്ല. കാരണം തമിഴ്നാട് ഈ പറയുന്ന മൂന്നാറിൽ നിന്ന് 130 കിലോമീറ്റർ അകലെയാണ് തമിഴ്നാട് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആരും ഇതിനായി മെനക്കെട്ടിരുന്നില്ല. അത് ഒരു തരത്തിൽ വളമായി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി അവിടെയുള്ള ആളുകൾ ഈ അക്രമം തുറന്നുകൊണ്ടേയിരുന്നു. മലയാളികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ വലിയ രീതിയിലുള്ള അക്രമമാണ് അവിടെയുള്ളവർ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നത്. അതിനെതിരെ ഇപ്പോൾ ഈ വർക്കലയിൽ നിന്നും കൊല്ലം പാരിപ്പള്ളിയിൽ നിന്നും എത്തിയ സംഘമാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. ആ ബസ്സിന് നേരെയാണ് നമ്മൾക്ക് അന്നത്തെ ദൃശ്യങ്ങൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. ആ ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ അക്രമം നടത്താനുള്ള ശ്രമമുണ്ടായിരുന്നു. വാഹനം തല്ലി തകർക്കുന്നുണ്ടായിരുന്നു. കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. അവരെ ആക്രമിക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമമാണ് അഴിച്ചുവിട്ടത്. എന്നാൽ ആ ബസ്സിലുണ്ടായിരുന്ന സംഘം ആ കേസിന് പിന്നാലെ തന്നെ നിലയുറപ്പിച്ച് നിന്നു. അവർ അതിനു പിന്നാലെ പോവുകയും തമിഴ്നാട്ടിലെത്തി സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയ സാഹചര്യത്തിൽ ആദ്യം പരാതി സ്വീകരിക്കാൻ അത് കുരങ്ങിണി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. കുരങ്ങിണി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തുമ്പോൾ ആദ്യം പരാതി സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. പിന്നീട് ഈ പരാതി സ്വീകരിക്കാൻ ഇടയാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് തേനി കളക്ടർ വിഷയത്തിൽ ഇടപെടുന്നു. തേനി കളക്ടറുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണം, മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് തേനി കളക്ടർ ഇടപെട്ട് കൃത്യമായ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോഡി നായ്ക്കന്നൂർ ടൗൺ പോലീസ് ഈ കേസ് ഏറ്റെടുക്കുന്നത്. ആ കേസ് ഏറ്റെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ബോഡി നായ്ക്കന്നൂർ ടൗൺ പോലീസ് പ്രദേശത്തെത്തി മൂന്നാർ ഭാഗത്ത് ഹിൽ ടോപ്പ് ഭാഗത്തെത്തി അന്വേഷണം ആരംഭിച്ച് ശേഷം ആളുകളിൽ നിന്ന് മൊഴിയെടുത്തു. മറ്റ് വിനോദസഞ്ചാരികളായ ആളുകൾ അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുത്ത് 7 പേർക്കെതിരെയായിരുന്നു എഫ്ഐആർ ഇട്ടുന്നത്. 7 പേരെന്ന് പറയുന്നത് വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നീ 3 പേരും കണ്ടാൽ അറിയാവുന്ന 4 പേരും. ഇത്തരത്തിൽ 7 പേർക്കെതിരെയായിരുന്നു എഫ്ഐആർ ഇട്ട് കേസ് എടുത്തിരുന്നത്. ഈ 7 പേരും നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് എഫ്ഐആർ പ്രകാരം തമിഴ്നാട് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. എഫ്ഐആറിൻ്റെ കോപ്പി അടക്കം നമ്മൾ പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിൽ എന്തുതന്നെയായാലും രൂക്ഷമായി വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അക്രമത്തിനെതിരെ കടുത്ത നടപടികളുമായിട്ടാണ് ഇപ്പോൾ നിലവിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇതുവരെ ആ അക്രമം അഴിച്ചുവിട്ട 7 പേരും ഒളിവിലാണ്. വരും ദിവസങ്ങളിൽ മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങുന്നതിനുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ അടക്കം ഒരുക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും അധികൃതർ ചർച്ച ചെയ്തു വരികയാണ്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്ത 7 പേരും ഒളിവിലാണ്. ഈ കേസെടുത്ത ഒളിവിലുള്ള 7 പേരെയും കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങൾ നടത്തി വരികയാണ്. കേരള പോലീസിന് മൂന്നാറിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി ദേവികുളം പോലീസിന് അതിർത്തി ആയതുകൊണ്ട് തന്നെ ദേവികുളം പോലീസിന് ഈ കേസിൽ ഇടപെടാൻ സാധിക്കില്ല. ഇത് തമിഴ്നാട് പോലീസിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാർ പോലീസ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാരികൾ ആകമാനമുള്ളത്. സിന്ദൂരി, ശരി, വ്യക്തമാണ് അഖിൽ. എന്തായാലും മൂന്നാറിൽ ഈ മാസം 19 തീയതി നടന്ന വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലെ പ്രതികൾ ഒളിവിലാണ് എന്ന വിവരമാണ് തമിഴ്നാട് പോലീസ് പുറത്തുവിടുന്നത്. ആക്രമണത്തിൽ 7 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. തമിഴ്നാട് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് അഖിൽ ടി.എസ് പങ്കുവച്ചത്.